ഞാൻ വരുമ്പോ ആളുകൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ജോലി കിട്ടിയിട്ടില്ല മലയാളികളുടെ കാഴ്ചപ്പാടിൽ. ഞാൻ അലസനായ യുവാവാണ് ഇപ്പോഴും. അമീറിന്റെ ക്യാരക്ടർ നമുക്ക് ഇപ്പം ഇവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം. ദുബായിൽ നമുക്ക് ഇവിടുന്ന് പോയി അവിടെ ദുബായിലാണെന്നുള്ള പേരുണ്ട്. പക്ഷെ സർവൈവലിന് വേണ്ടിയിട്ട് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലത്തെ ഒരുപാട് പേര് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന കാറ് ഡ്രൈവ് ചെയ്തൊരു പയ്യനുണ്ട്. അവന് ഇതുപോലെ 3ാമത്തെ പ്രാവശ്യം വിസിറ്റ് വിസയിൽ വന്നിട്ട് ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒത്തിരി ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അപ്പൊ ഇവരും എല്ലാം ഇപ്പം ഇതിന്റെ ഫുൾ ഡയറക്ഷൻ ടീം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, തമിഴിന്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഈവൻ ഇതിന്റെ DOP. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഇവിടെ നിന്ന് പോയി പറയുന്നതിനേക്കാൾ ഒതന്റിക് ആയിട്ട് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു സ്ട്രഗിളും കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 5-6 പേരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. ഐ മീൻ ഇതിനു മുന്നേ സിനിമകൾ ചെയ്തിട്ടുള്ളവരുള്ളൂ. ബാക്കി ഒരു മേജർ പോർഷൻ ഓഫ് ആർട്ടിസ്റ്റും പുതിയ ആളുകളാണ്.